അപ്പോൾ ദാ ഇപ്പം നമ്മൾ പോകുന്നത് പണ്ട് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയെടുത്തൊരു ബിൽഡിംഗ് ആണ് ഇത് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ദാ ഇതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഷെല്ലുകൾ, പണ്ട് ഉണ്ടായിരുന്ന മീനുകളുടെ കുറേ നിരോധിച്ച ഷെല്ലുകളൊക്കെയാണ് ഇവിടെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ബിൽഡിങ് സിമെൻറ്റും മണ്ണും മണലും കൊണ്ടൊന്നും അല്ല കേട്ടോ കിട്ടിയിരിക്കുന്നത്, പവിഴപ്പാറ കൊണ്ട് ഉണ്ടാക്കിയതാണെന്നാണ് പറയണവർ. എന്നാലും ഇത് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അപ്പം കല്ലും മണ്ണും ഒന്നും ഉപയോഗിക്കാതെ. ഇത് പണ്ട് ബ്രിട്ടീഷുകാർ ഇവിടെ റിസർച്ച് നടത്താൻ വേണ്ടി വരുമ്പോൾ താമസിക്കുന്ന സ്ഥലമാണെന്നാണ് പറയുന്നത്. ഗസ്റ്റ് ഹൗസ്, റിസർച്ച് സെൻറ്റർ അങ്ങനെയൊക്കെ അവർ പറഞ്ഞു. ഇത് കണ്ടാൽ നമുക്ക് ശരിക്കും സിമെൻറ്റ് കൊണ്ട് കെട്ടിയ പോലെ തോന്നും കേട്ടോ. അവർ പറഞ്ഞത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മർ ടൈമിൽ നല്ല കൂളിംഗ് ആയിരിക്കും ഇവിടെ. വിൻ്റർ ടൈമിൽ ജലാംശമൊക്കെ ഇവിടെ ഇങ്ങനെ തണുപ്പൊക്കെ ഇങ്ങനെ പിടിച്ച് വെച്ചിട്ട് സമ്മർ ടൈമിൽ നല്ല കൂളിംഗ് ആയിരിക്കും എന്നാണ് അവർ പറയുന്നത്. இந்த கோல் வந்து டேபிள் டேக் மேஜை வடிவம் செய்தது. இதா இங்க பாக்குற கோல் வந்து பம்கின் டேக், அதாவது ஊசி இல்ல, ஊசி டேக் பம்கின் டேக். பேர் வந்து பம்கின் சொல்வாங்க. இத லோக்கல்ல ப்ரொடியூஷன் கான்செப்ட் சொல்றாங்க. இந்த வகை கோல் தான் இது. இறந்து கட்ட வந்து லைன்ல நடக்க அதாவது ஸ்பைடர் வகையில நிறைய இருக்கு. ஆனா இது வந்து நம்ம எடுத்து இதுவும் தடை செய்யப்படாது. പല തരത്തിലുള്ള നിരോധിച്ച കുറേ ഷെല്ലുകൾ നമ്മൾ കണ്ടു. ഇതൊക്കെ മീനുകൾ ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇതൊക്കെ നിന്ന് പോയതാണെന്നാണ് പറയുന്നത്. അപ്പോൾ കുറച്ച് ഫോട്ടോസും കൂടെ ഞാൻ അതിലൂടെ ആഡ് ചെയ്യാം കേട്ടോ.